ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല. 8 മണിക്കൂറോളമായി യാത്രക്കാർ വിമാനത്തിൽ കാത്തുകിരിക്കുകയാണ്. ദുബായ് സമയം 5 മണിക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ ചെന്നൈയിൽ എത്തിക്കും. ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞത് കൊണ്ട് ഫ്ലൈറ്റ് റൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അതും നമ്മുടെ ഫ്ലൈറ്റിൽ കയറ്റി ഇരുത്തിയതിനു ശേഷമാണ് പറയുന്നത്. ഏർലി മോർണിംഗ് 3 AM നമ്മളിവിടെ എയർപോർട്ടിൽ വന്നു. എല്ലാം കുറേ ഡിലേ ആയി. 12 o'clock 11 o'clock ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറ്റി. അപ്പോൾ 12 o'clock കഴിഞ്ഞപ്പോൾ വീണ്ടും പറയാണ് ക്യാബിൻ ക്രൂ ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞു എന്നുള്ളത്. ഇൻഫോർമൻസ് ബിഫോർ ഇത് ക്യാബിൻ ക്രൂ രാവിലെ ഇന്നലെ 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത്. എന്നിട്ട് ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ വാപ്പായ കാണണം. വാപ്പ മരിച്ചു കിടക്ക. നേരത്തെ പറഞ്ഞിട്ട് വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ. വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല. എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. എന്റെ ഫാദർ ഹോസ്പിറ്റലിൽ മരിച്ചിട്ട് കിടക്കുകയാണ്. എന്റെ ഫാദർ എന്റെ സിസ്റ്റർ ഉൾപ്പെടെ ഇല്ലാത്ത. ഞാൻ രാവിലെ 3 മണിക്ക് ഇവിടെ എത്തിയതാണ്. 3 മണിക്ക് രാവിലെ എയർപോർട്ടിനകത്ത് കയറി വെള്ളം പോലും. ഇതിനകത്ത് 2 വയസ്സായ കുട്ടിയുണ്ട്. ഭക്ഷണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെയും ഭക്ഷണം കിട്ടിയിട്ടില്ല. ഒരു ദിവസമായ കുട്ടീനകത്തുണ്ട്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു പ്രതികരണം കൂടി. So then after that they told us they got the approval. Then we came, we onboarded into the flight. Now they are telling cabin crew timing is over. So they are going to offboard us now. So we don't know what to do now because we have so many people here, even small babies, few days babies also, born babies. ഇതിനകത്ത് AC പോലും ഇട്ടിട്ടില്ലേ. ഇത്ര ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്ന. സുരേഷ്, ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം 8 മണിക്കൂറോളമായി യാത്രക്കാരുമായി കാത്തിരിക്കുന്നു. മരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് എത്തേണ്ട ഉറ്റവർ ഉൾപ്പെടെ പൊട്ടിക്കരയുകയാണ്. എന്തുകൊണ്ട് വിമാനം ഇങ്ങനെ വൈകുന്നു? ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ? നടപടി ഉണ്ടാകുന്നുണ്ടോ? സങ്കടകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്, വാക്കുകളാണ് നമ്മൾ കേട്ടത്. കാരണം മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന യാത്രക്കാരുണ്ട്. പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന യാത്രക്കാരുണ്ട്. ഇപ്പോൾ 8 മണിക്കൂർ എന്ന് പറയുമ്പോഴും കൃത്യമായും ഈ യാത്രക്കാർ വിമാനത്താവളത്തിൽ എത്തിയിട്ട് ഏതാണ്ട് 15 മണിക്കൂറോളം ആകുകയാണ്. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ വിമാനത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള യാത്രക്കാരൊക്കെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ൽ എത്തിയത്. അതിനുശേഷം വിമാനം വൈകുന്നു എന്ന് പറഞ്ഞുള്ള ഒരു അറിയിപ്പ് ലഭിച്ചു. പിന്നീട് വിമാനം വീണ്ടും വൈകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റൊരു വിമാനത്തിൽ യാത്രയാക്കാമെന്ന് പറഞ്ഞു. ഇവരെ 11 മണിക്ക് ശേഷം മറ്റൊരു വിമാനത്തിൽ, മുംബൈയിലേക്കുള്ള വിമാനത്തിൽ കയറ്റുന്നു. ആ വിമാനത്തിൽ ഇവർ 3 മണിക്കൂറോളം ഇരുന്നു. എന്നിട്ട് ആ വിമാനം എടുത്തില്ല. അതിനുശേഷം അവരെ എല്ലാവരും പുറത്തേക്ക് ഇറക്കി. ഏതാണ്ട് 150ഓളം യാത്രക്കാരുണ്ട്. ഇപ്പോൾ അവർ വീണ്ടും വിമാനത്താവളത്തിൽ അനാഥരായിട്ട് നിൽക്കുകയാണ്. എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇനി എന്ത് എന്നുള്ളൊരു മറുപടി ലഭിക്കുന്നുമില്ല. ഇവർ പോകേണ്ടിയിരുന്ന വിമാനം റദ്ദാക്കി എന്നുള്ളൊരു അറിയിപ്പ് മാത്രമാണ്, ഒരു ഇമെയിൽ മാത്രമാണ് അല്പം മുൻപ് അവർക്ക് ലഭിച്ചത്. യാത്രക്കാർ വിമാനത്താവളത്തിൽ ബഹളം വയ്ക്കാൻ തുടങ്ങിയതോടുകൂടി ദുബായ് വിമാനത്താവളത്തിലെ പോലീസ് ഈ വിഷയത്തിൽ ഇടപെട്ടു. പോലീസ് ഇവരെയും കൊണ്ടു, യാത്രക്കാരിൽ കുറച്ചു പേരെയും കൊണ്ടുപോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അധികൃതരുമായി ചർച്ച നടത്താൻ പോയിട്ടുണ്ട്. ഇതാണ് വിമാനത്താവളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ. രാവിലെ 6:05 തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട് രാവിലെ 11 മണിക്ക് അവിടെ എത്തേണ്ട വിമാനമായിരുന്നു. 150-ലധികം യാത്രക്കാർ, ഈ യാത്രക്കാർ തന്നെ പറയുന്നത് പോലെ 2 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു കുഞ്ഞടക്കം അതിലുണ്ട്. ഇവർക്കൊക്കെ യാത്രക്കാരൻ നമുക്കുണ്ട്. അങ്ങയുടെ പേരെന്താണ്? അങ്ങും ദീർഘമണിക്കൂറായി ഇങ്ങനെ കാത്തുകിടക്കുകയാണ്. എന്താണ് ഒരു സാഹചര്യം? ആരെങ്കിലും വന്ന് എന്ത് സംഭവിക്കുന്നു, എപ്പോൾ പുറപ്പെടാൻ കഴിയുമെന്ന കാര്യം പറയുന്നുണ്ടോ? രാവിലെ 6:05 പോകേണ്ടിരുന്ന ഫ്ലൈറ്റാണ്. അത് മാറി 7 മണിയായി, 7:30ആയി, 8:30ആയി. അവസാനം ഞങ്ങളോട് 11 മണിക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. എല്ലാവരും ഫ്ലൈറ്റിൽ ചെക്കിന് ബോർഡിനായി. 3 മണിക്കൂർ ഫ്ലൈറ്റ് ഇരുത്തി വീണ്ടും ആ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങി നമ്മൾ ചെക്കൗട്ടായി, അകത്ത് വന്നു. പിന്നെ യാതൊരു ഇൻഫർമേഷനും ഇല്ല. അതിനുശേഷം ഇവിടെ വലിയ ഇഷ്യൂ ഉണ്ടായി. നാടിനെ പോലെയല്ല ഇവിടെ നമ്മൾ അങ്ങനെ അത് ഇഷ്യൂ ആക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഇവിടുത്തെ ദുബായ് പോലീസ് അതോറിറ്റീസ് എല്ലാം നമുക്ക് വേണ്ട നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് നോക്കുമ്പോൾ നമ്മുടെ എയർ ഇന്ത്യ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഈസി, അതായത് നമ്മളെ ഇന്ത്യക്കാരാണെന്നുള്ള ഒരു ഉദാഹരണം പോലും അവർക്കില്ല അവർ പെരുമാറുന്നത്. പോലീസുകാർ പോലും പറയുന്ന കാര്യം അതാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് പറയുന്നതാണ്. അവർക്ക് അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം പോലും ഇല്ലാത്ത അവർ പെരുമാറുന്നത്. ആൻസർ ഇല്ല, ചോദിച്ചാൽ ഒരാൾക്ക് ആൻസർ ഇല്ല, മാനേജർക്ക് ആൻസർ ഇല്ല, ഒന്നിനൊരു ആൻസർ ഇല്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പെരുമാറുകയാണ്. 150 യാത്രക്കാരെന്ന് 2 പേര്, ഒരാളുടെ ഫാദർ മരണപ്പെട്ട് കാണാൻ പോയി നിൽക്കുകയാണ്. അടുത്ത ഒരാളുടെ മദർ മരണപ്പെട്ട് കാണാൻ പോയി നിൽക്കുകയാണ്. 2 ദിവസം ലീവിനൊക്കെയാണ് അവർ പോകുന്നത്. അങ്ങനെ വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യണം നമ്മൾ. അത്യന്തം ഗൗരവതരമായ ഒരു സാഹചര്യമാണ്. ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല. 8 മണിക്കൂറിലുമായി യാത്രക്കാർ വല്ലാത്ത ദുരിതത്തിൽ കഴിയുകയാണ്. മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കേണ്ട ആളുകളുണ്ട്.
ഭരണവിവരം അറിഞ്ഞ് നാട്ടിലേക്ക് പോകുന്നവരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുണ്ട്. യാത്രക്കാരൻ്റെ പ്രതികരണമാണ്. സുരേഷ് വെള്ളിമുറ്റമാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവച്ചത്.